ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ക്രോഷ്യ എലിഫാൻറ്റിൻ്റെ ടോയാണ്. ഇതിന് സൗണ്ടും കൂടി ഉണ്ടാവും കേട്ടോ. ഇതിന് നമ്മൾ സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാജിക് റിംഗ് ആണ്. അപ്പോൾ അതിന് മുൻപ് ഇത് ചെനയിലാണാണ് അല്ലെങ്കിൽ വെൽവെറ്റ് യാണാണ്. ഇതിൽ മാജിക് റിംഗ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, നൂല് സ്റ്റക്കായി നിൽക്കും. അതിന് നമുക്കൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോള് വളരെ ചെറുതാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ ഷോർട്സിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 വീതം സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് കിട്ടും. തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. അതായത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടും, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് തന്നെ നമ്മൾ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടലി 18 സ്റ്റിച്ചസ് കിട്ടും. നമ്മൾ ലാസ്റ്റത്തെ ഇൻക്രീസിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ ഫോർത്ത് റൗണ്ട് ചെയ്യാൻ പോണത് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ്. അതായത് ഫസ്റ്റത്തെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്തു, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാം. 2 തവണ സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്യാം. ഇങ്ങനെ എഗെയിൻ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് ഈ റൗണ്ടിൻ്റെ എൻഡിൽ കിട്ടും. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോണത് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ദെൻ 4ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോണത്. സോ അങ്ങനെ 6 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് 13 സ്റ്റിച്ചസ് ഈ ഒരു റൗണ്ടിൻ്റെ ലാസ്റ്റിൽ കിട്ടും. സോ നമുക്ക് 30 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ്. അതായത് 4 സ്റ്റിച്ചസിൽ ആദ്യത്തെ 4 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, അതിനുശേഷം
അഞ്ചാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷയും ചെയ്യാം. എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ 6 ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. സോ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് 36 സ്റ്റിച്ചസ് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് 2 റൗണ്ട്സ്, അതായത് റൗണ്ട് 7ഉം റൗണ്ട് 8ഉം സെയിം 36 സിംഗിൾ ക്രോഷേ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിനി ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. 36 സിംഗിൾ ക്രോഷേ 7ാമത്തെ റൗണ്ടിലും 8ാമത്തെ റൗണ്ടിലും നമ്മൾ 36 സിംഗിൾ ക്രോഷേ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഒരു റൗണ്ട് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി 8ാമത്തെ റൗണ്ടും കൂടി നമുക്ക് 36 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു റൗണ്ടിൽ ആദ്യം 16 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടിലാണ് നമ്മൾ തുമ്പിക്കൈയുടെ ആ ഒരു ഭാഗം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് 16 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് 4 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് ദെൻ 4 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തതിന് ശേഷം 16 സിംഗിൾ ക്രോഷേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു 16 സിംഗിൾ ക്രോഷേ ആദ്യം ചെയ്യാം. നമ്മൾ 16 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. നാല് ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം അവിടെയുള്ള 4 സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷ് ചെയ്ത് 4 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് 5ാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ് ചെയ്യാം.
കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പിന്നീട് തുമ്പിക്കൈയുടെ ഭാഗം ചെയ്യാവുന്നതാണ്. ഇനി 16 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 16 സിംഗിൾ ക്രോഷേ മീൻസ് നമ്മൾ 4 ചെയിൻ ചെയ്തിട്ട് 5ാമത്തെ ചെയിനിലേക്ക് ചെയ്തപ്പോൾ അതൊരു സിംഗിൾ ക്രോഷേ ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 15 സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടി വരും. നമ്മളിനി 36 സിംഗിൾ ക്രോഷേ തന്നെ ഈ ഒരു റൗണ്ടിലും 36 സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ്ലി ചെയ്യാം. നമ്മളിവിടെ ചെയ്യുമ്പോൾ ആ 4 ചെയിൻ ചെയ്തതിൻ്റെ അതിലൂടെയാണ് നമ്മൾ 36 സിംഗിൾ ക്രോഷേയുടെ ഇത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യണം. ദെൻ എഗെയിൻ നമ്മൾ ബാക്കിയുള്ള സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. നമ്മൾ ഡിക്രീസിങ് ചെയ്യാൻ പോവാണ്. ഡിക്രീസിങ് എന്ന് വെച്ചാൽ 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. 4 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്തത് ഡിക്രീസിങ്, അതായത് അടുത്ത നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം. നമ്മൾ 2 ചെയ്തു, 3ാമത്തെ ചെയ്തു, ദെൻ 4ാമത്തെ ചെയ്തു. ഇനിയുള്ള 2 സ്റ്റിച്ചസിൽ ഫസ്റ്റത്തെ ഫ്രണ്ട് ലൂപ്പ് മാത്രം ഇൻസേർട്ട് ചെയ്തെടുക്കാം. ഹുക്കിൽ ഇൻസേർട്ട് ചെയ്തെടുത്തതിന് ശേഷം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം. എഗെയിൻ ഇങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് 30 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇൻക്രീസിങ് ചെയ്തതിൽ നിന്ന് നമ്മളിപ്പോൾ ഡിക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എഗെയിൻ 4-മത്തെയും 5-മത്തെയും സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് കടത്തി വിട്ടിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം. അങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. നെക്സ്റ്റ് റൗണ്ടിലെ ഡിക്രീസിംഗ് എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷ്യാണ്. അതായത് ഫസ്റ്റത്തെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ദെൻ 3rd-ഉം 4th-ഉം ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം കടത്തി വിട്ടിട്ട് ഡിക്രീസ് ചെയ്തെടുക്കാം. യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുത്തിട്ട്. സോ നമ്മുടെ ഡിക്രീസിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 സ്റ്റിച്ചസ് ആണ്. 18 സ്റ്റിച്ചസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഞാനിതിൽ സേഫ്റ്റി ഐസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി ഐസ് പക്ഷെ ഞാൻ എടുത്ത ഐസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉള്ളിലോട്ട് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഞാൻ സേഫ്റ്റി ഐസിന് പകരം പിന്നീട് ഇനി കാണിക്കുന്ന പോലെ ഞാൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് കണ്ണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സ്റ്റഫിങ്സ് ചെയ്ത് നമ്മുടെ ഹെഡിൻ്റെ പെർഫെക്റ്റ് സൈസിലേക്ക് അത്യാവശ്യം എത്ര എമൗണ്ട് വേണോ അതനുസരിച്ചിട്ട് പോളി ഫൈബേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ലാസ്റ്റ് ഡിക്രീസിങ് ആണ്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 സ്റ്റിച്ചസ് ആയിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക.
ഡിക്രീസിങ് കഴിഞ്ഞു നമ്മൾ 15th റൗണ്ടിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം, അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ നമുക്ക് കിട്ടും. സോ നമ്മുടെ ഹെഡിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ ബോഡിയുടെ പോർഷനിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻക്രീസിങ് ആണ്. 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഇൻക്രീസ് ചെയ്യാം. അതായത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ നമ്മൾ 6 ടൈംസ് ചെയ്യാം. നമുക്ക് 18 സ്റ്റിച്ചസ് ഈ ഒരു റൗണ്ടിൻ്റെ ലാസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഇൻക്രീസിങ് എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ലാസ്റ്റ് കിട്ടുന്നത് 24 സ്റ്റിച്ചസ് ആണ്. നെക്സ്റ്റ് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ 3 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, പിന്നീട് ഉള്ള 4ാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതവും ചെയ്യാം. അഗെയിൻ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 13 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് കിട്ടും. റൗണ്ട് 19ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഇൻക്രീസ് ചെയ്യാം. ആദ്യത്തെ 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, 5ാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതവും. എഗെയിൻ 6 ടൈംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 36 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും.
ഇനി നമ്മൾ ഇൻക്രീസിങ് അല്ല ചെയ്യുന്നത്, സെയിം 20 മുതൽ 25 റൗണ്ട് വരെ, അതായത് 6 റൗണ്ടുകൾ 30C സിംഗിൾ ക്രോഷേ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 6 റൗണ്ട് സെയിം റിപ്പീറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി സ്റ്റഫിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിനി ലെഗ് ചെയ്യുകയാണ്, കാലിൻ്റെ ഭാഗം ബോഡിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്ത് നിന്ന് 18ാമത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുകയാണ്. ദെൻ ആ ഒരു സൈഡാണ് നമ്മൾ ഫസ്റ്റത്തെ ലെഗിൻ്റെ സൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 17 സിംഗിൾ ക്രോഷേ കൂടി ചെയ്തു കൊടുക്കാം. 18ാമത്തെ സ്റ്റിച്ചിലോട്ട് സിംഗിൾ ക്രോഷേ ചെയ്തു കൊടുക്കുന്നു. ദെൻ ബാക്കിയുള്ള ആ ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആ ബാക്കിയുള്ള 17 സ്റ്റിച്ചസും കൂടി സിംഗിൾ ക്രോഷേ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ലെഗിൻ്റെ പാർട്ടാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സെയിം പോർഷനിൽ തന്നെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 18 സിംഗിൾ ക്രോഷേ ആ ഒരു ഹാഫ് ലെഗിൻ്റെ ഭാഗം, ഫസ്റ്റത്തെ ലെഗിൻ്റെ ഭാഗത്ത് സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. 18 സിംഗിൾ ക്രോഷേ.
നമ്മൾ ആ ഒരു പോർഷൻ തന്നെ 1 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു ഹാഫ് പോർഷൻ, അതായത് ഫസ്റ്റ് ലെഗിൻ്റെ പോർഷൻ മുഴുവൻ അത് റിപ്പീറ്റ് ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. അപ്പോൾ നമുക്ക് ഒരു 12 സ്റ്റിച്ചസ് ആയിരിക്കും റൗണ്ടിൻ്റെ ലാസ്റ്റിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള 12 സിംഗിൾ ക്രോഷേയിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ചെയിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തു കൊടുക്കുന്നത്. എഗെയിൻ ദി സെയിം പ്രോസസ്സ് തന്നെ ഈ യാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ കാലിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ 12 സിംഗിൾ ക്രോഷേ ബാക്ക് ലൂപ്പിലൂടെ ചെയ്ത് കഴിയുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്, യാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു കാലിൻ്റെ കൂടി പോർഷൻസിൽ, അതായത് നമ്മുടെ ബോഡി പാർട്ടിലൊക്കെ ആവശ്യത്തിന് വേണ്ട പോളി ഫൈബേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് ഞാൻ സ്പീക്കർ, അതായത് ആ സൗണ്ട് മേക്കർ പോലത്തെ ആ ഒരു സ്പീക്കറിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ എത്രത്തോളം നമ്മുടെ എലിഫൻറ്റിൻ്റെ സ്റ്റഫിങ്സ് വേണോ അത്രയും നമുക്ക് കട്ടിക്ക് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ ലെഗിന് വേണ്ടിയിട്ട് യാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ജോയിൻ ചെയ്ത യാണ് 18 സിംഗിൾ ക്രോഷേ ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ലെഗിൻ്റെ സൈഡിൽ 18 സിംഗിൾ ക്രോഷേ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 2 റൗണ്ട്സ് 18 സിംഗിൾ ക്രോഷേ തന്നെ റിപ്പീറ്റ് ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൽ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ എടുത്ത് നമുക്ക് ഡിക്രീസ് ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അത് ത്രൂ ഔട്ട് ആ ഒരു റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഫസ്റ്റത്തെ ലെഗ് ചെയ്ത അതേപോലെ തന്നെ 12 സിംഗിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് അതൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷം വേണം യാൺ കട്ട് ചെയ്യാൻ കേട്ടോ. രണ്ട് കാലിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസിൽ ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മൾ പിന്നീട് ഈ ത്രെഡൊക്കെ നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫേസിൻ്റെ ഹെഡിൻ്റെ പോർഷനിൽ തുമ്പിക്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു യാൺ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ മുകളിലും താഴെയും 4 ചെയിൻസ് വീതമായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് സൈഡിൽ നിന്നും 2 ചെയിൻ വീതം എടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു 12 സിംഗിൾ ക്രോഷ്യ അവിടെ കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ അപ്പം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ടിൽ മാക്സിമം നമുക്ക് എത്ര എടുക്കാൻ പറ്റും അതനുസരിച്ചിട്ട് സൈഡിലൂടെയൊക്കെ എടുത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മളൊരു 12 സിംഗിൾ ക്രോഷ്യയാണ് ഇതിൽ ചെയ്യുന്നത്. 12 സിംഗിൾ ക്രോഷ്യ ഒരു തവണ ചെയ്യുന്നു. എഗെയിൻ സെക്കൻഡ് റൗണ്ടും നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്.
സോ നമ്മൾ ഫസ്റ്റ് 2 റൗണ്ട്സ് 12 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ ഡിക്രീസ് ചെയ്യുക, എഗെയിൻ ഒരു 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 5 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ വീതവും, പിന്നെയുള്ളതിൽ ഒരു ഡിക്രീസ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ഒരു 5 സിംഗിൾ ക്രോഷ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട്, നമ്മുടെ 3rd റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11 സിംഗിൾ ക്രോഷ്യയാണ് കിട്ടുക. സോ നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, ദെൻ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 4 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് പിന്നീട് ഡിക്രീസ് ചെയ്യാം, ഒരു തവണ ഡിക്രീസ് ചെയ്യാം, ദെൻ 5 സിംഗിൾ ക്രോഷ്യ, 5 സ്റ്റിച്ചസിലും 5 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു തവണ ഡിക്രീസ് ചെയ്യുക, അഗെയിൻ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ ഡിക്രീസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം, പിന്നെ ഒരു തവണ ഡിക്രീസ് ചെയ്യുക, അഗെയിൻ അടുത്ത 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം, ആൻഡ് ലാസ്റ്റ് ഒരു 2 സ്റ്റിച്ചസ് ഉണ്ടാവും, അത് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 8 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും. 8 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 8 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ 8 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ ആ ഒരു തുമ്പിക്കൈക്ക് കുറച്ച് സ്റ്റഫിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പോളി ഫൈബേഴ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ആ ഒരു തുമ്പിക്കൈക്ക് കുറച്ചും കൂടി ഭംഗി കിട്ടും. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരുപാട് ബൾജായിട്ട് നിൽക്കും. കുറച്ച് ആവശ്യത്തിന് മാത്രം ആ ഒരു സൈസ് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പോളി ഫൈബേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ 8 സിംഗിൾ ക്രോഷ് ചെയ്തതിൽ നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഡിക്രീസിങ് ആണ്. 4 തവണ ഡിക്രീസ് ചെയ്യാം. 4 തവണ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും.
അപ്പം നമ്മുടെ തുമ്പിക്കൈയുടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ യാൺ കട്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മളത് നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ഇയേഴ്സാണ്. അത് നമ്മൾ ഒരു വൈറ്റും അതുപോലെ ഗ്രേയും ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഗ്രേ ഇയർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വൈറ്റും ഗ്രേയും ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ്. ഗ്രേ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് പാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം. ഗ്രേ നമ്മൾ 4 റൗണ്ടാണ് ചെയ്യുന്നത്. പകരം വൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് 3 റൗണ്ടിൽ അത് നിർത്തുന്നത് മാത്രം. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേനെ ഇൻക്രീസ്, നമ്മൾ 6 സിംഗിൾ ക്രോഷ് ചെയ്തത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആ ഒരു റൗണ്ടിൽ കിട്ടും. നമ്മളിനി നെക്സ്റ്റ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക, ദെൻ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റൗണ്ട് 18 സ്റ്റിച്ചസ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു റൗണ്ട്, അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റൗണ്ടിൽ 24 സ്റ്റിച്ചസ് കിട്ടും. ഈ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ 2 ഇയർ ഗ്രേ കളർ ഉണ്ടാക്കണം, അതുപോലെ 2 ഇയേഴ്സ് വൈറ്റ് കളർ ഉണ്ടാക്കണം. സോ നമ്മൾ വൈറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 18 സ്റ്റിച്ചസ് വരെയുള്ള ഗ്രേയുടെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. 6 സിംഗിൾ ക്രോഷേ, പിന്നെ അത് ഇൻക്രീസ് ചെയ്യുക, പിന്നെ 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഗ്രേയുടെ ഫ്രണ്ടിൽ വൈറ്റ് വരുന്ന പോലെ പ്ലേസ് ചെയ്യാം. ദെൻ ഗ്രേ യാണ് ഉപയോഗിച്ചിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്രേ പോർഷൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം സിംഗിൾ ക്രോഷേ ചെയ്യാം. വൈറ്റിൻ്റെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം, പക്ഷേ ഗ്രേഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ത്രൂ ഔട്ട് ആ ഒരു റൗണ്ട് ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ തന്നെ നമ്മൾ ഒരു പെയറും കൂടി ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ആനയുടെ ആംസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഗ്രേ കളർ യാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാജിക് റിങ് ചെയ്യാം, 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഈ 6 സിംഗിൾ ക്രോഷേ തന്നെ ഒരു 3 റൗണ്ട് റിപ്പീറ്റ് അടിക്കാം.
അപ്പോൾ 3 റൗണ്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. 2 തവണ അത് റിപ്പീറ്റ് ചെയ്യണം. 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം 2 സ്റ്റിച്ചസിൽ. അതിനുശേഷം വരുന്ന 3ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ 2 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 8 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നെക്സ്റ്റ് റൗണ്ടിൽ ഈ 8 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തു കൊടുക്കാം. എട്ട് സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പോണത് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ആദ്യത്തെ 3 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. 4ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം, അതായത് 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. അതിനുശേഷം വീണ്ടും 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് വരുമ്പോൾ ആ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ആ റൗണ്ടിൽ നമുക്ക് 10 സ്റ്റിച്ചസ് ഉണ്ടാവും. ദെൻ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മളിതിപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഇൻക്രീസും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ്, 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് ആണ്. ആദ്യത്തെ 4 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതവും, 5ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസിങ്ങും, എഗെയിൻ നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ 4 സിംഗിൾ ക്രോഷേ വീതവും, ലാസ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, അതായത് ഇൻക്രീസും ചെയ്യാം. 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ്, 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ്. സോ നമുക്ക് ആ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ ടോട്ടൽ 12 സ്റ്റിച്ചസ് കിട്ടും. നമ്മളിനി ലാസ്റ്റായിട്ട് ചെയ്യാൻ പോണത് 12 സിംഗിൾ ക്രോഷേസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 12 സിംഗിൾ ക്രോഷേസ്. സോ നമ്മൾ ഈ ഒരു ആംസ് ഉണ്ടാക്കിയ സെയിം മെത്തേഡിൽ തന്നെ ഒരു ആം കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 ആംസും റെഡി ആയിട്ടുണ്ടാവും.
ഇനി നമ്മൾ ടെയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ടിലോട്ട് 7 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. 7 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം ഹുക്കിൽ നിന്ന് സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കാൻ പോണത്. എഗെയിൻ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 6 സ്ലിപ്പ് സ്റ്റിച്ച് ആയിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെയിലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്കിനി ആ ലോങ് ടെയിൽ ലോങ് യാണ് കട്ട് ചെയ്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ തുമ്പിക്കൈയുടെ എക്സ്ട്രാ വന്ന യാൺസ് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ എത്തുന്ന സമയത്ത് ആ സെൻറ്ററിൽ നിന്ന് ആ ഹെഡിലേക്ക് ഒരു സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുമ്പിക്കൈ അവിടെ ഹോൾഡായിട്ട് നിന്നോളും. പിന്നെ ഇങ്ങനെ പൊന്തി പോകുന്നതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ അവിടെ ടൈറ്റായിട്ട് നിന്നോളും. പിന്നെ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ ഹെഡിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാലൻസ് വന്ന യാണ് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലെഗിൽ ഇനി കുറച്ചും കൂടി പോളി ഫൈബേഴ്സ് ഇട്ട് കൊടുക്കാം, ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ആ ഹോള് അവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഹൈഡാവും. അങ്ങനെ 2 ലെഗിലും ചെയ്യണം. ഒപ്പം തന്നെ ഈ രണ്ട് ലെഗിൻ്റെയും ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതും ഈ ഒരു നീഡിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വിടാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാപ്പ് ഈ ഒരു യാൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കത് കറക്റ്റ് നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ളതുപോലും നമ്മൾ അറിയില്ല. ദെൻ എക്സ്ട്രാ വരുന്ന യാൺസ് ഇതുപോലെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്ത് കളയാം ആൻഡ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് കൈയും ടെയിലും അതുപോലെ ഇയേഴ്സൊക്കെ അറ്റാച്ച് ചെയ്യണം. നമുക്ക് നമ്മുടെ ടെയില് ബാക്ക് സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സോ ഇനി നമുക്ക് ഇയർ കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇയർ ആ ഒരു പൊസിഷനിൽ ഒരു 6th അല്ലെങ്കിൽ ഒരു 7th റോയിലൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹെഡിൻ്റെ ഈ ഇയറിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഇയറും സെയിം പൊസിഷനിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നല്ല ടൈറ്റായിട്ടും കൂടി സ്റ്റിച്ച് ചെയ്യണം. എന്നാലാണ് അതിൽ നല്ലോണം നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു രീതിയിൽ തന്നെ നല്ല ടൈറ്റ്ലി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം സൈഡ് തന്നെ പൊസിഷൻ മാറാതെ തന്നെ നമ്മൾ മാക്സിമം ഇയർ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 ഇയറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ആംസ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് അതിലേക്ക് കുറച്ച് പോളി ഫൈബേഴ്സ്, ഒരുപാട് ഇടാൻ പാടില്ല, കുറച്ച് പോളി ഫൈബേഴ്സ് മാത്രം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ രണ്ടെണ്ണവും ചെയ്യാം. ദെൻ നമുക്കത് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ വലിപ്പം കുറഞ്ഞ ഭാഗം ബോഡിക്ക് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ താഴോട്ട് വരുന്തോറും വീതി കൂടുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് രണ്ട് സൈഡും ഒരേപോലെ ആ ബോഡിയുടെയും ആ തലയുടെയും ബോഡിയുടെയും ഇടയിലെ ആ ഗ്യാപ്പിലായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഐസാണ്. അപ്പം ഞാൻ ആദ്യം ഇതിൽ നമ്മുടെ സേഫ്റ്റി ഐസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉപയോഗിച്ച സേഫ്റ്റി ഐസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിലോട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏറ്റവും ചെറിയ സൈസ് ഹുക്ക് എടുക്കുക. ദെൻ അതിലേക്ക് ഇതുപോലത്തെ ആങ്കർ ത്രെഡോ അങ്ങനത്തെ ചെറിയ സൈസ് ത്രെഡ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലേക്ക് വരും. ദെൻ അതാണ് നമ്മൾ ഐ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.6 mm ഹുക്കാണ്. അതുപോലെ ആങ്കറിൻ്റെ ബ്ലാക്ക് ത്രെഡ് 2 ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ത്രെഡാണോ ബ്ലാക്ക് കളർ ഉള്ളത് അത് എടുക്കാം. അതിൽ ഏറ്റവും ചെറിയ ഹുക്ക് എടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നമുക്കത് നമ്മുടെ ആ ഒരു തുമ്പിക്കൈ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോണത്. നമ്മൾ ചെയ്തു വെച്ച പോർഷൻ നീഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആ ത്രെഡ് 2ഉം അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2ഉം ബാക്ക് സൈഡിലേക്ക് തന്നെ 2 ത്രെഡും കിട്ടും. സോ നമ്മളതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലുള്ളത് 2 കൂടി ടൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് എല്ലാം കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ തുമ്പിക്കൈയുടെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ 2ഉം സെറ്റ് ചെയ്യാൻ പോണത്. കറക്റ്റ് 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വെച്ചിട്ട് നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നന്നായി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മൾ 2 ഐസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഐബ്രോസ് ആണ്. ഐയുടെ കുറച്ച് മുകളിൽ ഒരു 3 മൂന്നോ 4 റോ മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. സെയിം നൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കർവ്ഡ് ഷേപ്പിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കർവ്ഡ് ഷേപ്പ് കിട്ടുന്നവരെ, കുറച്ച് കട്ടി കിട്ടുന്നത് വരെ നമ്മൾ അതിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം നെക്സ്റ്റ് ഐയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെ ആ ഒരു കർവ് ഷേപ്പ് വരുന്നത് പോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ദെൻ ബാക്കിയുള്ളത് നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് കട്ട് ചെയ്ത് കളയാം. സോ നമ്മുടെ ആനക്കൂട്ടിന് ഇവിടെ ഫൈനലി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സ്പീക്കർ ഉള്ളത് കൊണ്ട് സൗണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.